പുറത്തുനിന്ന് ഇവർ ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാർ വന്നതിന് ശേഷമാണ് വർഗീയപരമായിട്ടുള്ള ചേരിതിരും അവിടെ ഉണ്ടായത്. ഇതെല്ലാം ആദ്യമല്ല. ഞാൻ ഈ ആദ്യ ദിവസം 8-ാം തീയതി മരണപ്പെട്ടു. 8-ാം തീയതി രാത്രി 9-ാം തീയതി രാവിലെ മുതൽ ഇവിടെ ഉള്ളവനാണ് ഞാൻ. ഈ അടുത്ത് തന്നെയാണ് നമ്മുടെ താമസം, എന്റെ താമസവും. ഈ പുള്ളി ഇതിന്റെ അടുത്താണ് താമസം. പുള്ളിയും അവരെ അയൽവക്കത്തുള്ളതാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്നവരെ ഇവർ വന്ന് ഭയങ്കരമായ അതിന്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ടാവും എല്ലായിടത്തും. അത് ഭയങ്കരമായ വർഗീയപരമായിട്ട് ഈ ഇവിടുത്തെ ആരാധനയ്ക്കോ പൂജാകർമ്മങ്ങൾക്കോ ഇവിടെ ആരും എതിരല്ല. മാൻ മിസ്സിംഗിൽ കേസെടുത്തു. ഈ സ്വാമിജി ഗോപൻ സ്വാമി മിസ്സിംഗ് ആണ്. പുള്ളിയെ കണ്ടെത്തുക, അത് ആ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക, ദുരൂഹത പരിഹരിക്കുക, അതേ ഉള്ളൂ. നമുക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട്. ഇത് നല്ല രീതിയിലൊരു അന്വേഷണം നടന്ന് ഈ ബോഡി പുറത്തെടുത്ത് അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഓക്കെ, അത് തന്നെയാണ് ഇപ്പോൾ കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വർഗീയത ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഒരിക്കലും അല്ല. ഞാൻ ഈ സംഭവം അറിഞ്ഞ് ഇന്നാണ് വന്നത്. വീഡിയോയും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് ഇന്നാണ് വന്നത്. പക്ഷേ എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഈ 30 വർഷമായിട്ട് ഈ നാട്ടിൽ എല്ലായിടത്തും ഞാൻ പോയിക്കൊണ്ടിരിക്കണതാണ്. ഇവിടെ ആറന്മുട്ടിലായിരുന്നാലും എവിടെ ആയിരുന്നാലും എല്ലായിടത്തും ഞാൻ പോയിക്കൊണ്ടിരിക്കണതാണ്. ഈ 2016 മുതൽ ഈ കോവിലിലെ പണിക്കെല്ലാം നമ്മളെല്ലാം കൂടി നിന്നാണ് സഹകരിച്ചുകൊണ്ടിരുന്നത്. 2017 മുതൽ നമ്മുടെ അനിയത്തിമാർക്ക് ഇവിടെ ചുരിദാർ ഇട്ടുകൊണ്ട് കയറാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് 2017 മുതൽ അവരും വരാറില്ല, ഞാനും വരാറില്ല. ഇപ്പം ഈ 2025 ഇങ്ങനെ ഒരു സംഭവം ഇന്ന് ഇതുപോലെ ന്യൂസിൽ ഞാൻ കണ്ടു. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഇന്നതാ ഈ സംഭവം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മാമനും മാമിയാണ് കേസ് കൊടുത്തത്. പക്ഷെ അവർ പറയണതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഏകദേശം ഒരു 2-3 വർഷം ഒരു സ്വാമി എണീറ്റ് നടക്കാറില്ല. അതെന്നാണ് അവരും പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരാറില്ല. പക്ഷെ ഇതിനകത്ത് എന്തായാലും ഇങ്ങനൊരു പ്രശ്നങ്ങൾക്കുള്ള കാര്യമൊന്നും ഇല്ല. ഇത് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രം ഇത് പരിഹരിക്കപ്പെടും അല്ലേ? ഒരിക്കലും ഇവിടെ ഒരു വർഗീയതയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ ന്യായം, അതായത് ഒരു പ്രശ്നം ഇവർക്ക് ഇത് സമാധി പൊളിക്കാൻ പറ്റത്തില്ല. കാരണം എങ്കിൽ സത്യം പുറത്തു വരും. അതാണ് ഇവരുടെ ആവശ്യം. അല്ല ഇവിടെ ഒരു വർഗീയതയുടെ ആവശ്യവുമില്ല. വർഗീയത ഉണ്ടാക്കുക അവരെ കാരണമാണ്, അല്ലാതെ ഇവിടെ നാട്ടിൽ ഒരു വർഗീയതയില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള വർഗീയ ചേരിതിരിവിന് അനുവദിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിലപ്പോവില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി നാട്ടുകാർ നൽകുന്നുണ്ട്.